ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൊലികറുത്ത പഴം കൊണ്ടൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണ്ടി 5 മീഡിയം സൈസ് പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 10 ബദാമോളം നീളത്തിൽ കട്ട് ചെയ്തതാണ്. കുറച്ച് റൈസിൻസ്, 5 ഏലക്ക ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. ഏലക്കയുടെ കുരു മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഫ്ലെയിം ഓണാക്കിയ ശേഷം പാൻ വെച്ച് ഒരു 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 4 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നത്. അതിലോട്ട് നമുക്ക് ബദാം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഏത് നട്ട്സാണ് ഉള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ട് ബദാമും റൈസിൻസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറും നെയ്യിൽ ചെയ്തിട്ട് ഏലക്കപ്പൊടി ഇട്ടാലും മതിയാകും. നമ്മൾ ഉള്ള നട്ട്സ് ഇട്ട് കൊടുത്താൽ അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ നന്നായൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. റൈസിൻസ് നന്നായി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കാം. നെയ്യ് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന ലെവലിൽ നമുക്ക് നന്നായി മിക്സ് ആക്കി കൊടുക്കാം. പഴം നന്നായി മിക്സായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി അതിലോട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പോൾ ഒരു ശർക്കര എടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഏലക്കയുടെ തൊലി കളഞ്ഞ് കുരു മാത്രമാക്കി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്തോളൂ. ഞാൻ ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം പഴം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര പാൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. കരടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അരിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് ശർക്കരപ്പാനി പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് വരട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇത് കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്, കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നിങ്ങൾ മുൻപ് ചേർത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ മുൻപ് കുറച്ച് ചേർത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നെയ്യ് എത്തിയതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പഴം വരട്ടിയത് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ മറ്റൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.